ശ്രീ യു പ്രതിഭ ഹരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പകരം നിയമവകുപ്പ് മന്ത്രി. സർ, ഇന്റർനെറ്റിന്റെ ഭാഗമായി വന്നിട്ടുള്ള നെസസറി ഒരു ഈവിളാണ് ഇന്റർനെറ്റിന്റെ ദുരുപയോഗം. നമ്മളുടെ നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സുകളിലേക്കും അതുപോലെ തന്നെ ചടുല യൗവനങ്ങളിലേക്കും ഒരേ തീവ്രതയോടുകൂടിയാണ് ഈ ഇന്റർനെറ്റിന്റെ ദുരുപയോഗം പലപ്പോഴും എത്തപ്പെടുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ശ്രദ്ധ ക്ഷണിക്കലില് 91 വയസ്സുള്ള വൃദ്ധ മാതാവിനെ അടുത്ത് 19 വയസ്സുകാരൻ പ്രത്യേകമായ ഒരു വൈകൃത മനോഭാവത്തോടുകൂടി സമീപിച്ചത് ബഹുമാനപ്പെട്ട ഒരു അംഗം ശ്രദ്ധ ക്ഷണിക്കലിലൂടെ കൊണ്ടുവരികയുണ്ടായി. അതിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ നമ്മൾ അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കുന്നത് അവരുടെ കൈകളിലേക്ക് കിട്ടാൻ പാടില്ലാത്ത കാര്യങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ കൈകളിലേക്ക് എത്തിപ്പെടുമ്പോൾ അത്തരം വൈകൃതങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ തിരിച്ചു പ്രതികരണ ശേഷിയില്ലാത്ത ശരീരങ്ങളിലേക്ക് അവർ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് സാർ അതിന്റെ പിന്നിൽ. വ്യാപകമായ ഇത്തരം ദുരുപയോഗം നാട്ടുമ്പുറത്തരം മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ പോലെ തന്നെ വലിയ തരത്തിലേക്ക് ഒരു ദോഷമായി ചെറിയ കുഞ്ഞുങ്ങളിലടക്കം ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗം എത്തുകയാണ്. ഇതിന് എവിടെയെങ്കിലും ഒരു വിലങ്ങിടേണ്ടത് നമ്മുടെ നാടിന്റെ അനിവാര്യമായ ആവശ്യമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഒപ്പം നമ്മുടെ സ്കൂളുകളിലെ അധ്യാപകര് കുഞ്ഞുങ്ങളിലേക്ക് സ്നേഹബുദ്ധിയ ഇറങ്ങിച്ചെന്നുകൊണ്ട് കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ അവരുടെ തലച്ചോറുകൾ ഇതിനുവേണ്ടി പണയം വെക്കേണ്ടതല്ല എന്നുള്ള തരത്തിലേക്ക് ചെറിയ കുഞ്ഞുങ്ങളെ അടക്കം നല്ല സ്നേഹത്തോടു കൂടി കൌൺസിലിംഗ് ചെയ്യുന്ന അധ്യാപകരെ കൂടി സ്കൂളുകളിൽ വിന്യസിച്ചുകൊണ്ട് ദൈനംദിനം കുട്ടികളുമായി ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഇടാൻ കഴിയുന്ന തരത്തിലേക്ക് കൂടി നമ്മുടെ സ്കൂളുകളെ സജ്ജമാക്കാൻ കൂടി ദയവായി ഇത്തരം കാര്യത്തിൽ ഇടപെടണമെന്ന് കൂടി അവസരത്തിൽ പറയുകയാണ്. ഒപ്പം നമ്മളുടെ നാട്ടില് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ട്. ഇപ്പോൾ ഇത്തരം ചില ആപ്ലിക്കേഷൻ ചെറിയ കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തിപ്പെടാതിരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കൂടിയുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുകൂടി ആലോചിക്കണമെന്നും ഈ സബ്മിഷനോടെ അഭ്യർത്ഥിക്കുകയാണ്. സർ, ഇന്റർനെറ്റ് വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന കുട്ടികളിൽ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത്തരം കുട്ടികളെ കണ്ടെത്തുന്നതിനായി സ്കൂൾ തലത്തിൽ കൌൺസിലിംഗ് ഏർപ്പെടുത്തുകയും പോലീസ് സൈബർ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, സൈബർ കോൺഫറൻസ്, എക്സിബിഷൻ, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കുകയും ഇന്റർനെറ്റ് സർവീസ് ലഭ്യമാകുന്ന സ്ഥാപനങ്ങളിൽ ഇന്റർനെറ്റ് ദുരുപയോഗം ചെയ്യുകയില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി പരിശോധനകളും നടത്താറുണ്ട്. കൌമാരക്കാർ ഇന്റർനെറ്റ് ദുരുപയോഗം ചെയ്യാതിരിക്കാനായി രക്ഷിതാക്കൾ കമ്പ്യൂട്ടർ സാക്ഷരത നേരിടേണ്ടതിന്റെയും കുട്ടികളെ നിരീക്ഷിക്കാൻ സമയം കണ്ടെത്തേണ്ടതിന്റെയും ആവശ്യകതയും കുട്ടികളുമായി സുദൃഢമായ ആത്മബന്ധം സ്ഥാപിച്ച് നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ അവരിൽ ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ധാർമ്മികവും സാന്മാർഗികവും സദാചാരപരവുമായ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിയണം. പഠനം മെച്ചപ്പെടുത്തുന്നതിന് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുക എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവയെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ബോധവും പരിശീലനവും കുട്ടികളിൽ ഉണ്ടാകുന്നതിന് കഴിയേണ്ടതുണ്ട്. വീടുകളിലെ ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ സൌകര്യം എല്ലാവരും കാണുന്ന സ്ഥലത്ത് ക്രമീകരിക്കുന്നതിനും കുട്ടികളെ വഴിതെറ്റിക്കുന്ന വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്നതിനും വിജ്ഞാനപ്രദമായ വെബ്സൈറ്റുകൾ നോക്കുന്നതിന് വഴികാട്ടിയായി പ്രവർത്തിക്കുന്നതിനും രക്ഷാകർത്താക്കൾക്ക് നിർദ്ദേശം നൽകിയും ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു കുട്ടികൾ ഇന്റർനെറ്റ് ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. റെസിഡന്റ് അസോസിയേഷനുകൾ, സ്കൂളുകൾ, കോളേജുകൾ, NCC, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് എന്നിവയുടെ ആവശ്യപ്രകാരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും ഇന്റർനെറ്റ് ദുരുപയോഗത്തെക്കുറിച്ചുമുള്ള ലഘുലേഖകൾ സ്കൂളുകളിൽ വിതരണം ചെയ്തു വരുന്നുണ്ട്.